കാത്തിരിപ്പ് വിഫലം. ക്ഷേമ പെൻഷൻ വർധന ഇത്തവണയില്ല. സംസ്ഥാനത്ത് ഭൂനികുതി കുത്തനെ കൂട്ടി. കേരള ബജറ്റ് അവതരണം പൂർത്തിയായി. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച 2025 സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനം പൂർത്തിയായി. എന്ത് സാഹചര്യങ്ങളും നേരിടാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് ധനമന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനപ്രിയ ബജറ്റിനാണ് സാധ്യതയെന്ന് കരുതിയെങ്കിലും ഭൂനികുതി അടക്കം കുത്തനെ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. എന്നാൽ പെൻഷൻ തുക ഉയർത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലില്ല. രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ്. 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷനായി നൽകുന്നതിന് 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ ചിലവാക്കുന്നത്. 33,110 കോടി രൂപയാണ് ഈ സർക്കാർ ഇതുവരെ പെൻഷൻ നൽകുന്നതിനായി ചെലവാക്കിയത്. കേന്ദ്ര വകയായി 2% തുക മാത്രമാണ് ലഭിക്കുന്നത്. ഇനി 3 കുടിശ്ശികകളാണ് കൊടുത്തു തീർക്കാനുള്ളത്. അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം തന്നെ സംസ്ഥാനത്ത് ഭൂനികുതി കുത്തനെ കൂട്ടി ബജറ്റ് പ്രഖ്യാപനം. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലുള്ള നികുതി സ്ലാബുകളിലെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതായി ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ വരുമാന സാധ്യതകളും മൂല്യവും 10 മടങ്ങ് വർദ്ധിച്ചു. എന്നാൽ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി നാമമാത്രമാണ്. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലുള്ള നികുതി സ്ലാബുകളിലെ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ധനമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞു. ഇതേ തുടർന്ന് അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ R1 പ്രതിവർഷം 5 രൂപ എന്നത് 7.5 രൂപയാക്കി ഉയർത്തി. ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്കായ 30 എന്നത് 45 രൂപയാക്കി ഉയർത്തിയതായും ധനമന്ത്രി അറിയിച്ചു. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും കൂട്ടി. ന്യായവിലയ്ക്കനുസരിച്ച് പാട്ടത്തുകയുടെ നിരക്കിലും മാറ്റം വരും. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയും വർദ്ധിപ്പിച്ചു. ഇതിലൂടെ 50% അധിക വരുമാനം പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. നികുതി വെട്ടിക്കുന്ന ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാൻ നിയമം ഉൾപ്പെടുത്തും. കോടതി ഫീസും വർദ്ധിപ്പിച്ചു. 150 കോടി അധിക വരുമാനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1,800 രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടായില്ല. അതേസമയം വന്യജീവി ആക്രമണങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. KSRTC വികസനത്തിന് 178.98 കോടി അനുവദിച്ചു. സംസ്ഥാന ബജറ്റിൽ അന്തരിച്ച എഴുത്തുകാരൻ MD വാസുദേവൻ നായർക്ക് ആദരം. തിരൂർ തുഞ്ചൻ പറമ്പിന് സമീപം MD സ്മാരകമായി പഠന കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രഖ്യാപിച്ചു.